ഓൾവേസ് സ്റ്റുഡൻറ്റിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പാലക്കാട് ആലപ്പുഴ ജില്ലയിലെ LDC പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ വിശദമായ അനാലിസിസ് പാർട്ട് 3 ആണ് നമ്മൾ ചെയ്യുന്നത്. ഓൾറെഡി ഇതിൻ്റെ ഫസ്റ്റ് 2 പാർട്ടിൽ 50 ക്വസ്റ്റ്യൻസ് കവർ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് കാണാത്തവർ കണ്ടു നോക്കുക, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 52ാമത്തെ ക്വസ്റ്റ്യൻ മുതലാണ്. നോക്കാം. താഴെ തന്നിരിക്കുന്നതിൽ SK പൊറ്റക്കാടിന്റെ രചനകൾ മാത്രം ഉൾപ്പെട്ടത് ഏത്? ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. വിഷകന്യക, ചന്ദ്രകാന്തം, ബാലിദ്വീപ്, എൻ്റെ വഴിയമ്പലങ്ങൾ. ഇവയാണ് SK പൊറ്റക്കാടിന്റെ രചനകളായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഋഷ്യശൃംഗനും അലക്സാണ്ടറും എന്ന നാടകം രചിച്ചത് ആര്? ആൻസർ ഓപ്ഷൻ സി ആണ്. വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. അപ്പോൾ വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ ആണ് ഋഷ്യശൃംഗനും അലക്സാണ്ടറും എന്ന നാടകം. അടുത്ത ക്വസ്റ്റ്യൻ. ടോക്കിയോ ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാവലിൻ ത്രോ മത്സരത്തിൽ സുവർണ നേട്ടം കൈവരിക്കുവാൻ താണ്ടിയ ദൂരം എത്രയാണ്? അത് കുറച്ച് റെയർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ചിലപ്പോൾ അത്ര ശ്രദ്ധിക്കില്ല. കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്. 87.58 മീറ്റർ ആണ് 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാവലിൻ ത്രോ മത്സരത്തിൽ താണ്ടിയ ദൂരം. അപ്പോൾ ഇത്തവണ 2024 പാരീസ് ഒളിമ്പിക്സിലും ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര സ്വർണ്ണ മെഡൽ നേടിയിട്ടുണ്ട്. അപ്പോൾ ഇത്തവണത്തേൽ അദ്ദേഹം താണ്ടിയ ദൂരം എന്ന് പറയുന്നത് 89.34 മീറ്റർ ആണ്. അപ്പോൾ അത് നമ്മൾ മുകളിലൊരു പോയിന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോയിൽ സ്വർണ്ണ മെഡൽ നേടിയ നീരജ് ചോപ്ര താണ്ടിയ ദൂരം 89.34 മീറ്റർ. ഇത് കഴിഞ്ഞ ഒളിമ്പിക്സിലെയാണ് ചോദിക്കുന്നത്. ടോക്കിയോ ഒളിമ്പിക്സിൽ 87.58 മീറ്റർ ആണ് നീരജ് ചോപ്ര ജാവലിൻ ത്രോയിൽ താണ്ടിയ ദൂരം. അടുത്ത ക്വസ്റ്റ്യൻ. ഗബ്രിയൽ ഗാർസിയ മാർക്കേസിന്റെ മരണാന്തരം പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിന്റെ നോവൽ. ആൻസർ ഓപ്ഷൻ ബി ആണ്. അൺടിൽ ഓഗസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മരണാന്തരം പ്രസിദ്ധീകരിച്ച നോവൽ എന്നുള്ള രീതിയിലാണ് ഗബ്രിയൽ ഗാർസിയ മാർക്കേസിന്റെ ഈ ഒരു നോവൽ പ്രശസ്തമായത്. അദ്ദേഹത്തിന് സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനമൊക്കെ ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ് ഗബ്രിയൽ ഗാർസിയ മാർക്കേസ് എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അന്താരാഷ്ട്ര ഫീച്ചർ സിനിമ വിഭാഗത്തിൽ 2024 ഓസ്കാർ പുരസ്കാരം ലഭിച്ച സിനിമ. ആൻസർ ഓപ്ഷൻ സി ആണ്. ദി സോൺ ഓഫ് ഇൻട്രസ്റ്റ് എന്നുള്ളതാണ് അന്താരാഷ്ട്ര ഫീച്ചർ സിനിമ വിഭാഗത്തിൽ 2024 ഓസ്കാർ പുരസ്കാരം ലഭിച്ച സിനിമ. നെക്സ്റ്റ്. നന്മകൾ കേട്ടത് കണ്ടത് ചൊല്ലാൻ നാക്കിനു കഴിയട്ടെ, തിന്മകൾ കണ്ടാൽ കൊത്തിക്കീറാൻ കൊക്കിനു കഴിയട്ടെ. ഈ വരികൾ രചിച്ച കവി ആര്? ആൻസർ ഓപ്ഷൻ എ ആണ്. അയ്യപ്പ പണിക്കർ. അയ്യപ്പ പണിക്കരുടേതാണ് ഈ ഒരു വരികൾ. അടുത്തത് കുറച്ച് രചയിതാക്കളും അവരുടെ രചനകളും തന്നിട്ടുണ്ട്. അത് ശരിയായിട്ട് ചേരുംപടി ചേർക്കാനാണ് പറയണത്. ആദ്യം രാമപുരത്ത് വാര്യർ. രാമപുരത്ത് വാര്യരുടെ വരുന്നത് കുചേലവൃത്തമാണ്. കുഞ്ചൻ നമ്പ്യാരുടെ ഘോഷയാത്ര, സുഭാഷ് ചന്ദ്രന്റെ പറുദീസ നഷ്ടം, കാളിദാസന്റെ ഋതുസംഹാരം. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള പേര് വരുന്നത്. ഒന്നുകൂടെ പറയാം. രാമപുരത്ത് വാര്യർ കുചേലവൃത്തം, കുഞ്ചൻ നമ്പ്യാർ ഘോഷയാത്ര, സുഭാഷ് ചന്ദ്രൻ പറുദീസ നഷ്ടം, കാളിദാസൻ ഋതുസംഹാരം. ഈ ഒരു ഓർഡറിൽ വരുന്ന പേര് ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ്. 1C 2D 3B 4A. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു നെറ്റ്വർക്ക് ഹബിന്റെ കാര്യത്തിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഒരു പ്രൈവറ്റ് നെറ്റ്വർക്കിലെ വിവിധ കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുവാൻ ഉപയോഗിക്കുന്നതാണ് നെറ്റ്വർക്ക് ഹബ്ബ്. അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് ഒരു പ്രൈവറ്റ് നെറ്റ്വർക്കിലെ വിവിധ കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് നെറ്റ്വർക്ക് ഹബ്ബ് എന്ന് പറയുന്നത്. ഇനി ഇതില് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഡാറ്റ പാക്കറ്റുകൾ സ്വീകർത്താവിന് മാത്രം അയക്കുന്നതാണ് ഒരു നെറ്റ്വർക്ക് ഹബ്ബ് ചെയ്യുന്നതെന്നാണ് പറയണത്. അങ്ങനെയല്ല. ഒരു നെറ്റ്വർക്ക് ഹബ്ബ് ഉദ്ദേശിക്കുന്ന സ്വീകർത്താവിനല്ലാതെ കണക്ട് ചെയ്ത എല്ലാ ഉപകരണങ്ങളിലേക്കും ഡാറ്റ പാക്കറ്റുകൾ അയക്കുന്നു. അതായത് കൃത്യമായിട്ടൊരു ടാർഗറ്റഡ് റെസിപ്പിയന്റിന് അയക്കാനായിട്ട് അല്ലെങ്കിൽ ടാർഗറ്റഡ് പോയിന്റിലേക്ക് അയക്കാനായിട്ട് ഒരു നെറ്റ്വർക്ക് ഹബിന് കഴിയില്ല. പകരം എന്താണ് ചെയ്യുന്നത്? അതായിട്ട് കണക്ട് ചെയ്ത എല്ലാ ഉപകരണങ്ങളിലേക്കും ഡാറ്റ പാക്കറ്റുകൾ അയക്കും ഒരു നെറ്റ്വർക്ക് ഹബ്. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് തെറ്റാണ്. ഹബിന് ഒരു ഇൻപുട്ട് പോർട്ടും ഒരു ഔട്ട്പുട്ട് പോർട്ടും ആണ് ഉള്ളത്. അങ്ങനെയല്ല.
നെറ്റ്വർക്ക് ഹബ്ബുകൾ സാധാരണയായി 4 മുതൽ 12 വരെ പോർട്ടുകളുണ്ട്. ചിലതിൽ അതിലും കൂടുതലും കാണാറുണ്ട്. അപ്പോൾ ഇൻപുട്ട് പോർട്ടും ഒരു ഔട്ട്പുട്ട് പോർട്ടും മാത്രമല്ല 4 മുതൽ 12 പോർട്ടുകൾ വരെ നെറ്റ്വർക്ക് ഹബ്ബിൽ കാണാം. അപ്പം മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പോൾ ഇതിൽ ശരിയായതെന്ന് ചോദിക്കുമ്പോൾ ഓപ്ഷൻ സി 1 മാത്രമാണ് ശരി. അടുത്തത് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറിൽ സങ്കീർണമായ കണക്കുകൂട്ടലുകൾ നടത്തുന്നതിനുള്ള ഒരു എളുപ്പമാർഗം ഏത്? ആൻസർ ഓപ്ഷൻ ബി. ഫങ്ഷൻസ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറിൽ കണക്കുകൂട്ടലുകളൊക്കെ സങ്കീർണമായിട്ടുള്ള കണക്കുകൂട്ടലുകൾ എളുപ്പമായിട്ട് ചെയ്യുന്നത് ഫങ്ഷൻസ് യൂസ് ചെയ്തിട്ടാണ്. നെക്സ്റ്റ്, ഒരു വയർലെസ് റൂട്ടറിന്റെ പരിധി വിപുലീകരിക്കാൻ താഴെ പറയുന്ന ഏതു ഉപകരണമാണ് സഹായിക്കുക? ആൻസർ ഓപ്ഷൻ എ, വയർലെസ് റിപ്പീറ്റർ. അപ്പോൾ വയർലെസ് റിപ്പീറ്റർ ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു വയർലെസ് റൂട്ടറിന്റെ പരിധി വിപുലീകരിക്കാനായിട്ട് സാധിക്കുക. നെക്സ്റ്റ്, ഒരു പോയിന്റിംഗ് ഇൻപുട്ട് ഡിവൈസിന് ഉദാഹരണം ഓപ്ഷൻ ബി, മൗസ്. അതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെബ് ബ്രൗസർ ഏതാണ്? ഗൂഗിൾ ക്രോം ആണ്. നെക്സ്റ്റ്, പോക്സോ നിയമത്തിലെ ഏതു വകുപ്പാണ് കുട്ടിയെ അശ്ലീല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, വിഭാഗം 14. വിഭാഗം 14ലാണ് പോസ്കോ നിയമത്തിലെ വിഭാഗം 14ലാണ് കുട്ടിയെ അശ്ലീല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് പറയുന്നത്. അടുത്തത്, ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം സ്ഥാപിതമായ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റിയുടെ CCPA പ്രാഥമിക പ്രവർത്തനം എന്താണ്? അതായത് ഉപഭോക്തൃ സംരക്ഷണ നിയമം കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 പ്രകാരം ഒരു സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ പ്രൈമറി ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ എന്താണെന്നാണ് ചോദിക്കുന്നത്. ഓരോന്നായിട്ട് വായിക്കാം. ഉപഭോക്തൃ അവബോധം പ്രോത്സാഹിപ്പിക്കുക, ഉപഭോക്തൃ സാധനങ്ങൾ നിയന്ത്രിക്കുന്നതിന്, ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും, പരസ്യ നിലവാരം സംരക്ഷിക്കാൻ. ഇതിലെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം ഓപ്ഷൻ സി ആണ്. ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനുമാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി രൂപീകരിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അതാണ് CCPയുടെ പ്രധാന ഒരു പ്രവർത്തന ലക്ഷ്യം. അടുത്ത ക്വസ്റ്റ്യൻ, DV നിയമത്തിലെ, DV എന്ന് ഉദ്ദേശിക്കുന്നത് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ആണ് കേട്ടോ. DV നിയമത്തിലെ ഏതു വകുപ്പാണ് ഗാർഹിക പീഡനത്തെ നിർവചിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, വിഭാഗം 3. അപ്പോൾ ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിലെ വിഭാഗം 3ലാണ് ഗാർഹിക പീഡനത്തെ നിർവചിക്കുന്നത്. അപ്പോൾ ഈ ഒരു ആക്ട് പല ക്വസ്റ്റ്യൻ പേപ്പറിലായിട്ട് ഇപ്പോൾ കാണുന്നുണ്ട് LDCയിൽ. അപ്പോൾ അത് എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം, ഒരു ആക്ടിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ. ഏത് നിയമപ്രകാരമാണ് NHRC സ്ഥാപിച്ചത്? NHRC എന്താ? നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. അപ്പോൾ ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ്, മനുഷ്യാവകാശ സംരക്ഷണ നിയമം. ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ ആക്ട് 1993 പ്രകാരമാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ സ്ഥാപിച്ചത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ നാഷണൽ സ്റ്റേറ്റ് ഒക്കെ അതും PSCയുടെ ഒരു ഇഷ്ട സബ്ജക്റ്റ് ആണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഇനി എക്സാം എഴുതാൻ പോകുന്നവർ നന്നായിട്ട് പഠിച്ചു വെച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, നിർദ്ദിഷ്ട സമയപരിധിക്കുള്ളിൽ ഒരു അപേക്ഷ സ്വീകരിക്കാൻ വിസമ്മതിച്ചതിന് അല്ലെങ്കിൽ വിവരങ്ങൾ നൽകാത്തതിന് ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ഇൻഫർമേഷൻ കമ്മീഷന് ചുമത്താവുന്ന പരമാവധി ശിക്ഷ എന്താണ്? അതായത് ഒരു അപേക്ഷ വെച്ചു, ആ അപേക്ഷയ്ക്ക് സമയപരിധിക്കുള്ളിൽ ഒരു ഉത്തരം നൽകിയില്ല, അല്ലെങ്കിൽ അത് നൽകാനായിട്ട് ഇൻഫർമേഷൻ ഓഫീസർ വിസമ്മതിച്ചു. അത്തരം സിറ്റുവേഷനിൽ ഇൻഫർമേഷൻ കമ്മീഷന് ഈ ഓഫീസർക്കെതിരെ നൽകാവുന്ന പരമാവധി ശിക്ഷ എന്ന് പറയുന്നത് 25,000 രൂപ പിഴ ചുമത്താവുന്ന ഒരു കാര്യമാണ്. അപ്പൊ ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്. വിവരാവകാശ നിയമപ്രകാരം മുഖ്യ വിവരാവകാശ കമ്മീഷണർ, ഇൻഫർമേഷൻ കമ്മീഷണർ എന്നിവരുടെ പരമാവധി കാലാവധി എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. വിവരാവകാശ നിയമപ്രകാരം മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആയാലും ഇൻഫർമേഷൻ ഓഫീസർക്കാണെങ്കിലും അവരുടെ കാലാവധി പരമാവധി വരുന്നത് 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെ. ഇതിലേതാണോ ആദ്യം വരുന്നത് അതനുസരിച്ച് തീരുമാനിക്കപ്പെടും കാലാവധി. ഒന്നില്ലെങ്കിൽ 5 വർഷം അല്ലെങ്കിൽ മാക്സിമം 65 വയസ്സാവുന്നത് വരെ.
ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു പരാതിയുടെ അന്വേഷണ സമയത്ത് വിവരാവകാശ കമ്മീഷന് എന്ത് അധികാരമാണ് ഉള്ളത്? അപ്പോൾ കമ്മീഷന് ഒരു പരാതി കിട്ടി, അത് അന്വേഷിക്കുന്ന സമയത്ത് വിവരാവകാശ കമ്മീഷന് എന്ത് അധികാരങ്ങളൊക്കെ ഉണ്ട്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഈ പറഞ്ഞതെല്ലാം ഉണ്ട്. ഓരോന്നായിട്ട് നോക്കാം. വ്യക്തികളെ വിളിച്ചു വരുത്തി ഹാജരാകാൻ നിർബന്ധിക്കുകയും സത്യപ്രതിജ്ഞയിൽ വാക്കാലുള്ളതോ രേഖാമൂലമോ ആയ തെളിവുകൾ നൽകാൻ അവരെ നിർബന്ധിക്കുകയും ചെയ്യുക. ആ കാര്യം കമ്മീഷന് ചെയ്യാം. രേഖകളുടെ കണ്ടെത്തലും പരിശോധനയും ആവശ്യമാണെങ്കിൽ അത് ചെയ്യാം. ഏതെങ്കിലും കോടതിയിൽ നിന്നോ ഓഫീസിൽ നിന്നോ എന്തെങ്കിലും പൊതുരേഖയോ അതിന്റെ പകർപ്പോ ആവശ്യപ്പെടുന്ന കാര്യവും വിവരാവകാശ കമ്മീഷന് ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ പറഞ്ഞതെല്ലാം ഒരു അന്വേഷണം നടക്കുന്ന സമയത്ത് വിവരാവകാശ കമ്മീഷന് ചെയ്യാൻ പറ്റുന്ന അധികാരത്തിലുള്ള കാര്യങ്ങളാണ്. അപ്പൊ 70ാമത്തെ ക്വസ്റ്റ്യൻ വരെ നമ്മൾ ഈ ഒരു വീഡിയോ സ്റ്റോപ്പ് ചെയ്യാണ്. ഇനി നെക്സ്റ്റ് നമുക്കുള്ളത് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ക്വസ്റ്റ്യൻസ് ആണ്. അതൊരൊറ്റ വീഡിയോ ആയിട്ട് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഈ ഒരു എക്സ്പ്ലനേഷൻ ഹെൽപ്ഫുൾ ആവുന്നുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത പാർട്ടായിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.